ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് നമ്മൾ കവരത്തി ദ്വീപിലേക്ക് പോകുന്ന ആ ഒരു സീനുകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നോക്കിയപ്പോൾ ഒരു അക്വേറിയത്തിൽ ഒരു വലിയ മീൻ കിടപ്പുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു അക്വേറിയം ഉണ്ട്, അതിലാണെങ്കിൽ ചെറിയ ചെറിയ മീനുകളും കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഊബർ ബുക്ക് ചെയ്തിട്ട് അതും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഊബർ വന്നിട്ട് വേണം ഇനി അതിൽ നമുക്ക് സ്കാനിങ് സെൻറ്ററിലോട്ട് പോകാൻ. അങ്ങനെ ഊബർ വന്നു, അതിൽ എൻ്റെ ഒപ്പം അനിയത്തി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഊബറിൽ കയറിയിട്ട് നേരെ ഇപ്പോൾ പോകുന്നത് വില്യംകട്ടൺ ഐലൻഡിലുള്ള സ്കാനിങ് സെൻറ്ററിലോട്ടാണ്. നമുക്ക് ബോർഡിംഗ് ടൈം വരുന്നത് 11 മണി ടു 12 മണി വരെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11:30-11:45 ആയപ്പോഴാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ പോണ വഴിയിൽ ചെറിയ ബ്ലോക്കൊക്കെ കിട്ടി. അങ്ങനെ അവസാനം നമ്മൾ വന്നിട്ട് നമ്മൾ സ്കാനിങ് സെൻറ്ററിലെത്തി. അപ്പോൾ ആൾക്കാരൊക്കെ ഏകദേശം ഇനിയും കയറാനുണ്ട്, കുറേ ആൾക്കാർ കയറാനുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കയറി. ഇവിടെ ഒരു ചെറിയ ക്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റൊക്കെ ഇവിടെ നിന്നാണ് ബോർഡിങ് ചെയ്യുക. അപ്പോൾ ബോർഡിങ് കഴിഞ്ഞ് ലഗേജൊക്കെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബസ് വരും നമ്മളെ കൊണ്ടുപോകാൻ. അപ്പോൾ ബസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ ഷിപ്പിൻ്റെ അടുത്തോട്ട് ഇറക്കും. ഒരു ട്രക്കിൽ നമ്മളെ ലഗേജും കൊണ്ടുവരും. അപ്പോൾ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ഷിപ്പ്. ഓക്കെ, MV കോറൽസ് എന്നാണ് ഷിപ്പിൻ്റെ പേര്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ പോകാൻ. അപ്പോൾ നമുക്ക് മെല്ലെ കപ്പലിലോട്ട് കയറാം. ഞങ്ങൾ കപ്പലിൽ കയറിയിട്ട് ടിക്കറ്റ് നോക്കിയപ്പോൾ രണ്ടാൾക്കും വേറെ വേറെ സീറ്റാണ് കിട്ടിയത്. അടുത്തുള്ള സീറ്റല്ല, എനിക്ക് ഒരാൾക്ക് മുമ്പിലും ഒരാൾക്ക് ബാക്കിലുമാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സീറ്റ് നോക്കാൻ വേണ്ടി താഴത്തോട്ട് പോയി. രണ്ടാൾക്കും വേറെ വേറെ സീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ അടുത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സീറ്റുള്ള ഒരാളെ നേരെ കൊണ്ടുപോയിട്ട് എൻ്റെ സീറ്റിലിരുത്തിയിട്ട് ആളെ സീറ്റിൽ ഞാൻ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കപ്പലിൻ്റെ ഈ സൈഡിൽ വന്നപ്പോഴാണ് നമ്മൾ നേരത്തെ കാണിച്ചു തരാൻ പറ്റാത്ത ഒരു കാര്യം കണ്ടത്. അതായത് ഇതേപോലെ ബസ്സിലാണ് നമ്മളെ കൊണ്ടുവരിക സ്കാനിങ് സെൻറ്ററിൽ നിന്ന്. ഇതേപോലെ ഒരു ട്രക്കിൽ നമ്മളെ ലഗേജ് ഉണ്ടാവും. അപ്പോൾ ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ട്രക്ക് തുറക്കുമ്പോൾ അതിലെ ലഗേജൊക്കെ എടുത്തിട്ട് വേണം ഇതേപോലെ കപ്പലിലോട്ട് കയറാൻ. അപ്പോൾ ഇതേപോലെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കണ കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ചായ ആയിട്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇപ്പോൾ ചായ കുടിക്കണവർക്ക് ചായയൊക്കെ കുടിക്കുക ഇറങ്ങിയിട്ട്. ഈ ഭാഗത്ത് വന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഫോൺ നോക്കിയിരിക്കണതാണ് കൂടുതൽ ആൾക്കാർ. കാരണം കപ്പൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് വിളിക്കാനുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് തന്നെ വിളിക്കുക. ഇനിയിപ്പോൾ നമ്മൾ കപ്പലിൻ്റെ പുറത്തോട്ട് പോകാൻ പോവുകയാണ് ചായ കുടിക്കാൻ. അങ്ങനെ നമ്മൾ കപ്പലിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കണം. ബസ്സിൽ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ കുറേ ആൾക്കാരോട് ചായ കുടിക്കാനുണ്ട്. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കപ്പലിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ചായ ഉണ്ട്, കടിയുണ്ട്. ഓക്കെ.
ഈ ഒരു കോണിയിലൂടെ ആയിരിക്കും കേട്ടോ നമ്മൾ കപ്പലിൻ്റെ അകത്തോട്ട് കയറേണ്ടത്. ഇതേപോലെ ആയിരിക്കണം നമ്മൾ ലഗേജ് എടുത്തിട്ട് കയറേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണി 6:30 ഒക്കെ ആയി. അപ്പോൾ കപ്പലിൻ്റെ ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല, കപ്പൽ വിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതൊരു ന്യൂസ് ചാനൽ അവിടെ മീഡിയ വന്നിട്ട് അതുപോലെ എന്തോ ന്യൂസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഈയൊരു ചെറിയൊരു ബോട്ട്, അപ്പോൾ ഇതിൻ്റെ എന്താ പേര് പറയണമെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഇത് വേണം നമ്മളെ കപ്പലിനെ കുറച്ചങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് കപ്പൽ സ്വയം ഓടിപ്പോവുമായിരിക്കും. അത് കുറച്ചങ്ങോട്ട് ഈ ഒരു കപ്പൽ അതിന്ന് കയറിട്ടിട്ട് ആ കയറ് നമ്മളെ കപ്പലിൽ കെട്ടിയിട്ട് വേണം കപ്പലിനെ കുറച്ചങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകാൻ. നമ്മൾ പോണ കപ്പലിൽ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കാഴ്ച ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സൈഡിൽ വന്നിട്ട്. ഇപ്പോൾ നമ്മളെ കപ്പലിനെ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കപ്പൽ പതിയെ മൂവ് ആവണത് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ വാർഫിൽ നിന്ന് കപ്പൽ പതിയെ ഇങ്ങോട്ട് മൂവ് ആവണതാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളെ വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഈ മറ്റേ കപ്പൽ നമ്മളെ വലിക്കുകയാണ്. അങ്ങനെ വലിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെ കപ്പൽ ഇനിയിപ്പോൾ ഓടാൻ തുടങ്ങും ഇവിടുന്ന്. ഈ ഒരു കപ്പൽ നമ്മളെ നാട്ടിലേക്കുള്ള MV കവരത്തി എന്ന് പറയുന്ന കപ്പലാണ് ഈ ഒരു വിട്ടിരിക്കുന്നത്. ഇതും പോവാനുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി ഉറങ്ങിയിട്ട് എണീറ്റപ്പോഴേക്ക് രാവിലെ ആയി. അപ്പോൾ രാവിലത്തെ ഒരു വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. നല്ല ശാന്തമായിട്ട് ഉള്ള കടലായിരുന്നു കേട്ടോ. അടിപൊളി കടലായിരുന്നു.
കടൽ നോക്കുക ഗൈസ്, അടിപൊളി കടൽ, ഒരു രക്ഷയില്ല കേട്ടോ. കടൽ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കടൽ. ഇതിപ്പോൾ കപ്പലിലെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ നേരം ഇവിടെ നിന്നു. കപ്പലിലുള്ള യാത്ര അത് വേറൊരു ഫീൽ തന്നെയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ലക്ഷദ്വീപിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും കപ്പലിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യണം. പിന്നെ നേരെ ക്യാൻറ്റീനിൽ പോയി. ഉപ്പുമാവും ബ്രെഡും ജാമും ആയിരുന്നു ഉള്ളത്. അപ്പോൾ ബ്രെഡും ജാമും മാത്രം മേടിച്ചിട്ട് ഗ്ലാസ് ചായയും മേടിച്ച് കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പുറത്ത് പോയി നിന്നു. ഇന്നിപ്പോൾ ഏകദേശം കവരത്തി ദ്വീപിലോട്ട് എത്താനായ സമയമാണിത്. ഇപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കവരത്തി ദ്വീപിലെ കാഴ്ചകളാണ്. അപ്പോൾ വീഡിയോ മറക്കാതെ നിങ്ങൾ കാണുക. വീഡിയോയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.